എൻ്റെ സുഹൃത്ത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പഠിച്ചു. ജവഹർലാൽ നെഹ്റു ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ സംഘടനയല്ലേ സാർ നിങ്ങളുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളോടെ പോയി. അതുപോട്ടെ, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനും ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് എന്ന് മുസ്ലിങ്ങളുടെ ഒരു പ്രമുഖ നേതാവ്, പ്രമുഖ വക്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ അരക്ഷിതാവസ്ഥ. വാസ്തവത്തിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിനൊരു വ്യത്യാസം വന്നു ഇന്നലത്തോടുകൂടി ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്കും അഭിമാനങ്ങളുണ്ട്, ഞങ്ങൾക്കും തല ഉയർത്താം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കി. ഈ ചിന്ത ഉണ്ടാക്കിയതിന് എൻ്റെ സുഹൃത്ത് സേനാപതി രാജുവിനെ പോലെ കപട മതേതരക്കാരോട് എത്ര നന്ദി പറഞ്ഞാലും അസ്ഥാനത്താവില്ല. കാരണം ഒരിക്കലും യോജിക്കാത്ത ഒരിക്കലും യോജിക്കാത്ത ജാതി മതങ്ങളിൽ വിവിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന അന്യോന്യം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ഈ കപടമതേതരവാദികൾക്ക് കഴിഞ്ഞെങ്കിൽ അവരോട് തീർച്ചയായും രാജ്യം നന്ദി പറയണു. അതിനുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കേരളത്തിലടക്കം അന്തരീക്ഷം മാറി. ഇന്ന് ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല. അവരുടെ കപടമതേതരത്വമാണ് എന്ന് പല ബിഷപ്പുമാരും പരസ്യമായി പറഞ്ഞു. അപ്പോൾ മണ്ണൊലിപ്പ് മണത്തറിയുന്നൊരു വിഭാഗം മറ്റുള്ളവരെ ആഭാസമായ രീതിയിൽ പറയുന്നത് അവരുടെ സംസ്കാരമായി അധപ്പതിച്ചിൽ ഞങ്ങൾക്കാർക്കും അത്ഭുതമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ പറഞ്ഞ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരു ജീർണിച്ച സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്നുള്ളതിൽ അവഗണിക്കല്ലാണ്ട് അതിന് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ഇവിടെ എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു വളരെ പക്വമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഭൂരിപക്ഷം ഒരിക്കലും ന്യൂനപക്ഷത്തെ ഭീഷണി കൊടുത്തുള്ളത് ജനാധിപത്യത്തിന് നിലനിർത്തണം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്താണ് സർ? ഇവിടെ ഹിന്ദു രാജാക്കന്മാരും ഭരിച്ചിരുന്നു. അവരാരെങ്കിലും മതപരിവർത്തനം നടത്തിയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി രാജാവ് പള്ളി പണിത് കൊടുത്തു, സാമൂതിരി രാജാവ് പല സ്ഥലത്തും പണിത് കൊടുത്തു, വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് പണി കൊടുത്തു. ഇവിടെ ആരാണ് നിർബന്ധിത പരിവർത്തനത്തിന് രാജ്യാധികാരം ഉപയോഗിച്ച്? മറിച്ച് മുകളിൽ എന്താണ് ചെയ്തത്? എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഡിസംബർ 6 പള്ളി തള്ളി തകർത്തു. ബാബർ ചെയ്തത് ഹിന്ദു ക്ഷേത്രം തല്ലി തകർക്കുകയല്ലേ? ആ തല്ലിക്കറകൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നതിൽ എന്താണ് എൻ്റെ സുഹൃത്തെ തെറ്റ്? രാജ്യാധികാരം ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തെ ക്ഷേത്രം തല്ലിപ്പൊളിച്ച് പള്ളി പണിയുന്നത് മതേതരമാണെന്ന് കപട മതേതരക്കാർക്ക് ധൈര്യപൂർവ്വം ജനങ്ങളോട് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കാണട്ടെ. അപ്പം അങ്ങനെ ചെയ്ത തെറ്റ് തിരുത്തലാണ് സോമനാഥ ക്ഷേത്രത്തിലും അയോധ്യയിലും നടന്നത്. അതുകൊണ്ടാണ് അതിന് OWC വിളിക്കണമെന്നാണ് കപട മതേതരക്കാരുടെ അഭിപ്രായം. നരേന്ദ്രമോദിയെ വിളിച്ചത് വലിയ തെറ്റായിപ്പോയി. സാർ, ഇത് ക്ഷണിച്ചത് ട്രസ്റ്റാണ്, RSS BJP അല്ല ക്ഷണിതാക്കൾ, ആതിഥേയര്. ഇതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് സിനിമാ താരങ്ങളെ വിളിച്ചു, പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെ വിളിച്ചു, പ്രമുഖ സാമൂഹ്യ സംഘടനക്കാരെ വിളിച്ചു, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചു. കൂട്ടത്തിൽ പ്രധാനമന്ത്രിയെയും ഉത്തർപ്രദേശിൽ വെച്ച് നടക്കുന്ന സുപ്രദമായൊരു ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഗവർണറും സ്വാഭാവികമായി അതിഥികളായി വരേണ്ടതാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് വളരെ വില കുറഞ്ഞതായി പോയി സാർ. ഈ നിലവാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ, ഈ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വർഗീയവാദി എന്ന നിങ്ങളുടെ വിശേഷണം വലിയ ഭൂഷണമായിട്ടാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും യഥാർത്ഥ
മതവിശ്വാസികളും മതേതരവാദികളും കരുതും. കപട മതേതരവാദികൾ എന്ത് ചീത്ത പേര് വിളിച്ചാലും അത് അഭിമാനമാണ്, അവമാനമല്ല. കാരണം അവരുടെ സംസ്കാരത്തിൻ്റെ ജീർണത ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള സംസാര രീതിയാണ്. അത് അവഗണിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ചുരുക്കത്തിൽ ഈ കപട മതേതരവാദികൾ ഈ രാജ്യത്തിന് വലിയ ഒരു സംഭാവന നൽകി. ഒരിക്കലും യോജിക്കാത്ത, ഭയചകിതരായി ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ അവമാനമാണ് എന്ന് കരുതിയിരുന്നൊരു ജനസമൂഹത്തെ ഒറ്റക്കെട്ടായി ജാതിമതാദികളൊക്കെ മറന്നുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു എന്നത് തല ഉയർത്തിപ്പറയാനുള്ള ഒരു അന്തരീക്ഷം ഇന്നലെ മുതൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു വലിയ പങ്ക് കപട മതേതരവാദികൾക്കുണ്ട്. അവരോട് ഇങ്ങനെ യോജിപ്പിച്ചതിന് നന്ദി പറയാതിരിക്കുന്നത് ഭംഗികേടാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊള്ളുന്നു.